ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ഭാഗങ്ങളും അതെങ്ങനെ ഓരോന്നും കണക്റ്റഡ് ആയിട്ട് വരുന്നതെന്നാണ്. അതിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹൗ വി ആർ റിലേറ്റഡ് ടു ബിസിനസ് ടു ഇൻഫർമേഷൻ സിസ്റ്റം. ഹൗ ക്യാൻ വി റിലേറ്റ്? ഓക്കെ, ചോദ്യം ഒന്നും കൂടി മിസ് വായിക്കുക. ഹൗ ക്യാൻ വി റിലേറ്റ് ബിസിനസ് ടു ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ the various factors of business within information system shows there are intelligence, information system and generation of data information in business intelligence and information system in effective decision making. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലൂടെയാണ് എന്തിനുള്ള ആൻസറാണ് ഈ മിസ് വരച്ചത്, ബോർഡിൽ വരച്ചത്. ഹൗ ക്യാൻ വി റിലേറ്റ് ബിസിനസ് ടു ഇൻഫർമേഷൻ സിസ്റ്റം? എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജനറേഷൻ ഡാറ്റ ഇൻഫർമേഷൻ, നമുക്കറിയാം ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ബിസിനസ് ഇൻ്റലിജൻസ്, എന്ത് വേണം? ഇൻ്റലിജൻസ് വേണം. ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് വേണം. നെക്സ്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു കറക്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്നത് നമുക്കറിയാം ഇൻപുട്ട് റിസോഴ്സസ് ഇൻ ദ ഫസ്റ്റ് സെക്ടർ. ഇൻപുട്ട് കൊടുത്താൽ നെക്സ്റ്റ് പ്രോസസ്സിംഗ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഔട്ട്പുട്ട്, ഡയറക്റ്റ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് പോലെ ആരോ മാർക്ക് ചെയ്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ട്രാൻസാക്ഷൻ ഓഫ് പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം. അതായത് കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, അത് വീണ്ടും കാറ്റഗറൈസ് ചെയ്തു. ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തത് ഫസ്റ്റ് ഈസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. തേർഡ് ഈസ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. Fourth is executive support system. Out of these basic system of provide support years and provide support years a function of these systems. Okay, check your progress. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തല്ലോ. ഈ മാനേജ്മെൻറ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നതും ഇൻഫർമേഷൻ ആവുന്നതും ഡിസിഷൻ മേക്ക് ആവുന്നതും ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതും ഒരു ഗുഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് DBMS, എന്താ? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. DBMS ആണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അത് തന്നെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. These are implement properties of അതായത് ഫാക്ടേഴ്സ്, അതായത് എന്തിൻ്റെ ഫാക്ടർ? DBMS, ഡാറ്റ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. മറന്നുപോയിട്ട് DBMS മിസ് വേണേൽ ബോർഡിൽ എഴുതി തരാം. DBMS എന്താണ്? D for data, B for business, M for management, S for system. ഡാറ്റ ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അതിൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ദ ഫസ്റ്റ് ഈസ് സം ആസ്പെക്ട് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. ദ എക്സാമ്പിൾസ് കമ്പനി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കോളേജ്. ഓക്കെ, അതായത് DBMSൽ നമ്മൾ ആദ്യം എന്ത് വേണം നമുക്ക്? ദർ ആർ ഇംപ്ലിമെൻറ്റ് പ്രോപ്പർ DMS ദർ ആർ ഗിവൻ ടു ഫോളോ. എന്ത് വേണം ആദ്യം? സം പ്രീ ഡിഫൈൻഡ് ആസ്പെക്ട്സ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണോ ബിസിനസ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് വേണം. അതൊരു കോളേജ് ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, പിന്നെ എന്താവാം? എക്സാമ്പിൾ കമ്പനി ആവാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം, കോളേജ് ആവാം. നെക്സ്റ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് ലോജിക്കലി കൊഹറൻറ്റ് ഡാറ്റ. അത് എന്ത് ചെയ്യണം? ആ ഡാറ്റ കറക്റ്റ് ലോജിക്കലി ഒക്കെ റെഡിയാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം. ദ സെമാൻറ്റിക്സ് ഡാറ്റ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് വിൽ ബി അഡ്വാൻസ്. നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റാസൊക്കെ അഡ്വാൻസിൽ കളക്ട് ചെയ്ത് വെക്കണം. ഇറ്റ് ഷുഡ് ബി ഡിസൈൻ ടു ഇംപ്ലിമെൻറ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് ഐഡൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ റിലേറ്റഡ് ഇവൻറ്റ്സ് ഓഫ് ഇൻറ്റൻഡഡ് യൂസേഴ്സ്. അത് നമ്മൾ എന്ത് ചെയ്യണം? സോഴ്സ്, പലതരം സോഴ്സ് കണ്ടെത്തണം. എന്തിൻ്റെ സോഴ്സ്? ആ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സോഴ്സും ഇതെങ്ങനെ മുന്നോട്ട്, ഇതൊക്കെ നമ്മൾ പറയുന്ന റെക്കോർഡിക്കലി ആണ്. അല്ലാതെ പ്രാക്ടിക്കലായി മൂലധനവും അങ്ങനെ ക്യാഷ് പ്രൈസൊന്നുമല്ല. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് നോളജ്, അതായത്
കമ്പ്യൂട്ടർ ബേസ്ഡ് നമുക്ക് എങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജോ എന്തെങ്കിലും പിന്നെ കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് നോളജ് എന്തൊക്കെ വേണം എന്നാണ് മിസ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിൽ പിന്നെ ഡാറ്റാബേസ് ഷെയറിങ്, ഡാറ്റാബേസ് മൾട്ടിപ്പുലേഷൻ ആൻഡ് ഡാറ്റാബേസ് സ്കീമ, ഡാറ്റാബേസ് റിക്കവറി ആൻഡ് ഡാറ്റാബേസ് പ്രൊട്ടക്ഷൻ. ദ മേജർ ഫങ്ഷണാലിറ്റീസ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്തൊക്കെയാണ്? ട്രഡീഷണലി ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ. അങ്ങനെ ഇത്രയും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ എന്താവും? ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം മുന്നോട്ട് പോകും. അത് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഫയൽ ആൻഡ് ഡാറ്റ ആക്സസ് ആൻഡ് കോൺക്യുറസി ഓഫ് കൺട്രോൾ, ഡാറ്റ ഐസൊലേഷൻ ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്. അപ്പം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സും ഫാക്ടേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് എന്തുണ്ടെന്നാണ് പറയുന്നത്? ആൻഡ് എന്താ ഉള്ളത് ഇതിന്? ലിമിറ്റേഷൻസ് അല്ലേ? എന്താ ലിമിറ്റേഷൻസ്? എ ഡാറ്റാബേസ് സിസ്റ്റം ഹാസ് മെനി ഫീച്ചേഴ്സ് ഓവർകം ടു ലിമിറ്റേഷൻസ് ഓഫ് എൻ FBS. എൻകംപസ് എ ഡാറ്റ ഡിക്ഷണറി ഹാസ് എ സ്റ്റോറേജ് മാനേജ്മെൻറ്റ്. അത് സ്റ്റോറേജ് മാനേജിൽ എത്ര ഡാറ്റ ഉൾക്കൊള്ളുമെന്ന് പറയാൻ പറ്റത്തില്ല. Language interference and order of implement these features of data model used to describe data, handle data relationship, data and integrity constraint. These are two kinds of data models, such a record based model, object. അപ്പോൾ limitations record based model ആയിരിക്കും, network and object based model which explain the figure. എന്തൊക്കെയാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡൽ നോക്കാം നമുക്ക്. എന്തൊക്കെ ഒബ്ജക്റ്റ്? ഒന്ന് റെക്കോർഡ് ബേസ്ഡ് മോഡൽ, ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, എൻട്രി റിലേഷൻഷിപ്പ് മോഡൽ, ഒബ്ജക്റ്റീവ് മോഡൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ ആൻഡ് റാഷണൽ മോഡൽ. എത്ര തരം മോഡൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് നമ്മൾ പറഞ്ഞത്? മോഡൽ ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡൽ സിസ്റ്റം, ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡൽ സിസ്റ്റം, ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡൽ സിസ്റ്റം, OBMS അല്ലേ? ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡൽ സിസ്റ്റം ആണ് മിസ് ഏതൊക്കെ പറഞ്ഞ? റെക്കോർഡ് ബേസ്ഡ് മോഡൽ സിസ്റ്റം, ഹൈറാർക്കിക്കൽ മോഡൽ സിസ്റ്റം, നെറ്റ്വർക്ക് മോഡൽ സിസ്റ്റം, ഒബ്ജക്റ്റ് ബേസ്ഡ് മോഡൽ സിസ്റ്റം, എൻട്രി റിലേഷൻഷിപ്പ് മോഡൽ സിസ്റ്റം ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ സിസ്റ്റം. ഓക്കെ, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം ഈസ് ഇറ്റ് ബേസ്ഡ് ഓൺ റിലേഷണൽ മോഡൽ. ഓക്കെ, റിലേഷണൽ മോഡൽ. ദിസ് ഈസ് എൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെക്കോർഡ് ബേസ്ഡ് മോഡൽ. ഇതൊരു റെക്കോർഡ് ബേസ്ഡ് മോഡലാണെന്നാണ് സത്യം. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. വാട്ട് ഈസ് ഡാറ്റ? ഇതിലെല്ലാം എന്താ ഡെഫിനേഷൻ ആൻഡ് കറക്റ്റ് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ്. കാരണം ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൽ കറക്റ്റ് എന്തായിട്ടാണ് കുറേ എക്സ്പ്ലനേഷനും കാര്യം. പക്ഷേ മിസ് പറയുന്നത് മോഡൽ, അതായത് പോയിന്റ് ബേസ്ഡ് ആണ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ. വാട്ട് ഈസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ? Data abstraction is a very integral part of RDMS. It helps us in easy visualization and implementation of database schema without causing much change of independent features. Okay, it lowest level of schema or which connected the physical view of model. The logical level consists all the conceptual increase or dependency required by external view. In order to support the this level, data independent mechanism define physical data independent, logical data independent. പ്രധാനമായി രണ്ട് തരം ഡാറ്റ മെഷീൻസ്, അതായത് ഡാറ്റ ഇൻഡിപെൻഡൻസ് മെഷീൻസ് ആർ, അതായത് ടു ഇൻഡിപെൻഡൻസ് ഓഫ് ഡാറ്റ മെഷീൻസ്. ഇൻഡിപെൻഡൻസ് മെഷീൻസ് ഡാറ്റ എന്തൊക്കെയാണ്? മെക്കാനിസം, അത് ഇൻഡിപെൻഡൻറ്റ് മെഷീൻസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് മെക്കാനിസം ഡാറ്റ ഏതൊക്കെയാണ്? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഡാറ്റ റിട്രീവൽ. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡാറ്റ റിട്രീവൽ? Select statement is used to extract information from the table. The information can be understood with the following example. List student names and doing the names of their respective department of head. Select name and is head name and students, departmental head, first insert students and update students. Decision and support system, DSS. എന്താണ്
നെക്സ്റ്റ് പോയിന്റ് നേരത്തെ പറഞ്ഞത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇനി ഇമ്പോർട്ടൻ്റ് ഉള്ള DSS, അതായത് നമ്മൾ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് OBMS പറഞ്ഞു, ഇനി DBMS ആണ്. OBMS കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് വരുന്നത് DSS. എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ് DSS. D for decision, DSS, decision support system. A decision support system is a computer application which analyzes data. Analysis or horizontal ആവാം, institutional ആവാം, and present it such a way of that users can make business decision effectively. അതായത് decision support system ആണ് DSS. ഓക്കെ, ഡിസൈഡ്, ആക്ട് ആൻഡ് റിവ്യൂ എന്നാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, ഡിസൈഡ്, ആക്ട്, റിവ്യൂ. ഓക്കെ, ഡിസൈഡ്, ആക്ട് ആൻഡ് റിവ്യൂ. ഇതാണ് എന്താണ് നമ്മൾ പറഞ്ഞത് DSS. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. DSSൻ്റെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആരോ മാർക്ക് ഇട്ടതാണ്. ഡിസൈഡ് ചെയ്യുക, ആദ്യം തീരുമാനിക്കുക, ഡിസൈഡ് ചെയ്യുക, നെക്സ്റ്റ് നമ്മൾ ആക്ട് ചെയ്യുക, അതായത് പ്രവൃത്തിയിലൂടെ കാണിക്കുക, നെക്സ്റ്റ് അത് റിവ്യൂ എടുക്കുക. എന്താണ് അതിൻ്റെ റിവ്യൂ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ദ പ്രോസസ്സിംഗ് ഓഫ് നോളജ് ഫോർ ഡൊമൈൻ ഇൻ്റലിജൻസ് വിസ് ഫൈനലി റെക്കോർഡ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, ഡാറ്റ അനാലിസിസിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഡാറ്റ അനാലിസിസ് റിയൽ വേൾഡ് സിറ്റുവേഷൻ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ്, എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഓക്കെ, ഡാറ്റ അനാലിസിസ്. പ്രോസസ്സിംഗ് ആൻഡ് നോളജ്, അതായത് the basics working of DSS constitute the creating information and models, then celebrating the situation under observation and example. ഒബ്സർവേഷൻ ആൻഡ് എക്സാമ്പിൾ, അതായത് നിരീക്ഷണത്തിൻ്റെയും ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് DMSS നിലവിൽ മുന്നോട്ട് പോകുന്നത്. ആൻഡ് പ്രോസസ്സിംഗ് ദ നോളജ് ആൻഡ് ഡൊമൈൻ ഇൻ്റലിജൻസ് വിച്ച് ഫൈനലി റിക്വയർ ഡാറ്റ അനാലിസിസ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഈ നോളജ് ഡിസിഷൻ പോകുന്നത്? ആൻഡ് ഡൊമൈൻ ഇൻ്റലിജൻസ് വിത്ത് ഫൈനലി റിക്വയർ ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസ് ഫോർ റിയൽ വേൾഡ് സിറ്റുവേഷൻ. ഡാറ്റ അനാലിസിസ് ഏതൊക്കെ റിലേറ്റഡ് ആണെന്ന് പോയിന്റ് വൈസ് നിങ്ങൾക്ക് എഴുതാം. ദ ഫസ്റ്റ് ഈസ് ഡാറ്റ അനാലിസിസ് ഫോർ റിയൽ വേൾഡ് സിറ്റുവേഷൻ. സെക്കൻഡ് ഈസ് computerized application. The third is effective decision making. The fourth is presentation and documentation. ഇത്രയും കാര്യങ്ങളാണ് DSS, അതായത് ഡിസൈഡ്, ആക്ട് ആൻഡ് റിവ്യൂ ഇതിൽ കൊടുത്തിരിക്കുന്നത്. Next point, in order to solve and complex problem, the structure of DSS primarily compromise. The structure of DSS primarily compromise. The DSS നമ്മൾ പറഞ്ഞു, ഈ DSSൻ്റെ ഡിസൈഡ്, ആക്ട്, റിവ്യൂ. ഇതിന് നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഒരു 10 ഫാക്ടേഴ്സ് ഉണ്ട്. മിസ് ജസ്റ്റ് ഒന്ന് പറയാം. The first is the managers and staff, assistant and expert, tool user and business analysis and DSS facilitator provide support managers and controlling the managing decision and support of individual and adaptive and user friendly interface. At last, support of decision making. ഇമ്പോർട്ടൻസ് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ് അല്ലേ. DSS എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു, അതിനെ റിവ്യൂ എടുക്കുന്നു അല്ലേ. നമ്മൾ തീരുമാനിക്കുന്നു, നമ്മളത് പ്രവൃത്തിയിലൂടെ കാണിക്കുന്നു, നെക്സ്റ്റ് നമ്മൾ റിവ്യൂ എടുക്കുന്നു. അതായത് നമ്മുടെ ആക്ഷൻ എത്രത്തോളം എന്താണെന്നുള്ള, നമ്മുടെ ആക്ഷൻ എത്രത്തോളം ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ റിവ്യൂ എടുക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു. ഇത് തന്നെ ഈ DSS ആണ്. മിസ് ഇവിടെ എഴുതിയത് നിങ്ങൾ നോക്കണ്ട, ഇതിൻ്റെ ബാക്കിയാണ്, നമ്മൾ താഴെയാണ് ഡിസൈഡ്, ആക്ട്, റിവ്യൂ. ഇതിൻ്റെ ഫാക്ടേഴ്സാണ് മിസ് ഇപ്പോൾ വായിച്ചത്. ഒരു 10 ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ, ഇൻ്റർഗ്രേറ്റഡ് ഇൻഫർമേഷൻ, എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ, കോർപ്പറേറ്റ് ഇൻഫർമേഷൻ, വൈഡ് സിസ്റ്റം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്താ ചെയ്യുക, പോയിന്റ് വൈസ് ആക്കി പഠിക്കുക, നന്നായിട്ട് essay കവർ ചെയ്തിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ.